ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി 1777 ജനിച്ചിട്ട് 1058 ജനിച്ചു. ആര്? 1058 ജനിച്ചു. ആര്? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് മസാരി. 1111 വഫാത്ത്. 1077 ജനിച്ചിട്ട് 1166 ആര്? നന്നായി 90 കാലം ഇരുന്നവർ. ആര്? 1077 ജനിച്ചു, 1166 90ാമത്തെ വയസ്സിൽ. ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. 1166. 1137 ആര് ജനിച്ചു? സലാഹുദ്ദീൻ ജനിച്ചു. അപ്പോൾ സലാഹുദ്ദീന് 29 ഈസവി കണക്കിൽ, മീലാദി കണക്കിൽ, മനസ്സിലായില്ലേ, ഗ്രിഗേറിയൻ കലണ്ടറിൻ്റെ കണക്കിൽ തന്നെ 29 വയസ്സുള്ള സമയത്താണ് ആര് മരിക്കുന്നത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പ്രധാനപ്പെട്ട 2 മക്കളും ഷെയ്ഖ് സലാഹുദ്ദീൻ്റെ ഷെയ്ഖന്മാരാണ്. ഒന്ന് ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജീലാനി എഴുതിയേക്കണം കേട്ടോ. അബ്ദുൽ വഹാബ് ജീലാനി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മകനാണ്. മൂത്ത മകനാണ്, ഏറ്റവും മൂത്ത മകനാണ് ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജീലാനി. ജനനം 1121, മരണം 1197. അപ്പോൾ എത്ര വയസ്സ് കൂടുതലുണ്ട് സലാഹുദ്ദീനേക്കാൾ? 1121 ജനിച്ചു. ആര്? അബ്ദുൽ വഹാബ് ജീലാനി 16 വയസ്സ്. 1137 സുൽത്താൻ സലാഹുദ്ദീൻ ജനിച്ചു. അപ്പോൾ 16 വയസ്സ് സുൽത്താൻ സലാഹുദ്ദീനേക്കാൾ കൂടുതലാണ് ആർക്ക്? അബ്ദുൽ വഹാബ് ജീലാനിക്ക്. 93 മരിച്ചു. 97 അബ്ദുൽ വഹാബ് ജീലാനി. അപ്പം നേരത്തെ മരിച്ചു, ജനിച്ച് നേരം വൈകി മരിച്ചു. ശിഷ്യൻ അതിൻ്റെ ഇടയിൽ വന്നു പോയ ആൾ. മനസ്സിലാണ്ട് പറഞ്ഞത്? 1121 ജനിച്ച് 1197 ആര് മരിക്കുന്നത്? ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജീലാനി പറഞ്ഞ ആരുടെ മകൻ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മൂത്ത മകൻ. അവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഷെയ്ഖ്. ഈ ഷെയ്ഖ് ഇല്ലാത്ത ഒരു യുദ്ധവും ആര് നടത്തിയിട്ടില്ല? ശുദ്ധ ഖാദിരി. കയ്യമ ലാശില്ല, നേരിട്ട് കൈ. അപ്പൊ ശുദ്ധ ഖാദിരി. ഏത് യുദ്ധക്കളത്തിലാണെങ്കിലും ഔറാദ് മുടങ്ങൂലാന്ന് സുൽത്താൻ സലാഹുദ്ദീനെ പറ്റി എഴുതിയിട്ടുള്ളത്. ത്വരീഖത്ത് ചേർന്നവർക്ക് എന്തുണ്ടാവും? വിറുതുകൾ ഉണ്ടാവില്ല. ഒരു ദിവസം വിറുദും വലീഫും മുടങ്ങിയിട്ടില്ല. ഒരു വിറുദോ വലീഫ് ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. ഏത് തിരക്കട്ട യുദ്ധമാണെങ്കിലും എന്തും മുടങ്ങിയാൽ അത് മുടങ്ങില്ല. ഈ ഷെയ്ഖില്ലാത്തൊരു യുദ്ധം ചെയ്തിട്ടുമില്ല. 1000 നോക്കി. ഈ ഷെയ്ഖിൻ്റെ കൂടെയുള്ളവരാണ് അക്കാലത്തെ ശുദ്ധന്മാരായ ഖാദിരികൾ. അപ്പോൾ ഇവിടെ സത്യത്തിൽ ജെറൂസലം പിടിച്ചടക്കിയതാരാ? ഖാദിരികൾ. ഇന്നിപ്പോൾ ഖാദിരി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ സുന്നി സംഘടന പുറത്താക്കും. ഒരുത്തൻ്റെ കയ്യിൽ ഒരു മാലമണി കണ്ട അപ്പം പുറത്താക്കും. ഒരുത്തൻ ദിക്ർ എല്ലാം ഉണ്ടാകാൻ തന്നെ പുറത്താക്കും. അതൊക്കെ പിന്നീട് പിൽക്കാലത്ത് വന്നതാണ് എന്ന വാദമാണ് ഇപ്പൊ സുന്നി നേതാക്കന്മാർക്കുള്ളത്. ഇവരൊക്കെ കാലത്ത് ജീവിച്ചു പോകുന്നതിനേക്കാൾ നല്ല മരിച്ചിട്ടില്ല. ചിന്തിക്ക്, നല്ലോണം ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. ദീനെന്നെ നശിച്ചുപോയി. ഒരു ബോധം ഇല്ല. എന്താ നമ്മൾ വഹാബിയത്തിനാണ് പകർത്തി. ഇപ്പൊ പക്ക വഹാബിയത്തിനെ പകർത്തിയ സുന്നികൾ. പക്ക വഹാബിയത്താണ് ഇപ്പൊ സുന്നിയത്ത്. പക്ക വഹാബിയത്ത്. അതായത് സുന്നിയത്ത് എന്നൊരു സാധനം ഇല്ല. ഈ ഒരു ചിന്ത ഇത് നാട്ടിൽ ഇപ്പോൾ എത്തിക്കേണ്ട ആളാരാ? ജെറൂസലേം യൂറോപ്യന്മാർ പിടിച്ചടക്കി, പള്ളി പിടിച്ചടക്കിയതിന് ശേഷം അത് മോചിപ്പിച്ചത് ഖാദിരികളാണ് എന്ന് നാട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ ആരാ? പറയാ ആരാ? ഈ സുന്നി സംഘടനകളാണോ? അല്ലേ? എന്നെങ്കിലും എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിരുന്നു? നിങ്ങൾ ഏതെങ്കിലും ഒരു സമ്മേളനത്തിനാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു സുന്നി സമ്മേളനത്തിൽ നിന്ന് നിങ്ങളത് കിട്ടിയിരുന്നോ? ഞാൻ വരുന്ന കുറ്റം പറയല്ല, ഞാൻ പറഞ്ഞത് കുറ്റമായി പോകുന്നു. ഞാൻ കുറ്റം പറയല്ല കേട്ടോ. ഞാൻ പറഞ്ഞു നന്നാകാത്തോണ്ട് ഞാൻ വല്ല ഒഴിവാക്കി. ഞാൻ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കാണേണ്ടി വരുന്നത് കൊണ്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പത്രമായി നടത്തി. എന്ന് നേരം കൊടുത്താൽ ഇവരെ ഫോട്ടോ കാണേണ്ടി വരും. ഈ കപടന്മാരുടെ ഫോട്ടോ കാണാണ്ട് വരില്ല കാര്യമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പത്രമായി ഒഴിവാക്കി.
ഒന്നും ഉണ്ടായിട്ട് പറയല്ല, പറയുന്നത് കുറച്ച് കൂടുണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ ഇതൊന്നല്ല എനിക്ക് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു പാഠം സത്യത്തിൽ ഇതെന്താ? ആരാ കൂടെയുള്ളത്? ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജീലാനി, മൂത്ത മകൻ ആരുടെ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ. എന്ന് ജനിച്ചു? AD 1121. സുൽത്താൻ സലാഹുദ്ദീൻ ജനിക്കുന്നത് 1137. സുൽത്താൻ സലാഹുദ്ദീൻ വഫാത്താകുന്നത് 1193. ഷെയ്ഖായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മൂത്ത മകൻ മരിക്കുന്നത് 1197. അപ്പൊ ഇവർ ഖാദിരികളാണ്. അപ്പോൾ അവർ എന്തേ ചെയ്യുള്ളൂ? രക്തം ചിന്തരുത്. അവസാനത്തെ യൂറോപ്പുകാരനും പുറത്ത് പോയിട്ട് നമ്മളൊരു നടപടി എടുക്കേണ്ടതുള്ളൂ. രക്തം ചിന്തരുത്. അവൻ ശത്രു ആയിക്കോട്ടെ, രക്തം ചിന്തരുത്. പെണ്ണുങ്ങളെ തൊടരുത്. ഒരു പെണ്ണിനോട് മോശപ്പെട്ടത് ചെയ്യരുത്. മനസ്സിലാണ്ട് പറഞ്ഞത് യഥാർത്ഥ ത്വരീക്കത്തേരനെ ചെയ്യൂല. ത്വരീക്കത്തെന്ന് പറഞ്ഞ നടന്നാൽ പോലെ പെണ്ണുങ്ങളോട് മര്യാദ കാണിക്കണം. ഒരു മനുഷ്യന്റെ മാറ്റം എവിടെയാണ്? മനുഷ്യൻ്റെ നിൽക്കറില്ല. ഓന് പെണ്ണിനോട് തോന്നിയാസം കാട്ടൂല. പെണ്ണ് പെണ്ണാണ്. പെണ്ണിന് വില കൊടുക്കാത്തവന് ദീനുമില്ല. എവിടെയാണ് ഇസ്ലാം പൂർത്തിയാകാന്ന് മുത്തനബി പറഞ്ഞത്? ഈ മക്കയിൽ നിന്ന് ഹദർമൗത്തിലേക്ക് അല്ലെങ്കിൽ സൻആയിലേക്ക് 1000കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു പെണ്ണ് ഒറ്റക്ക് പോയപ്പോൾ ലാ തഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ അലാ ഗനമിഹാ, തൻ്റെ ആടിനെ, അവൾക്ക് ആടുണ്ടെങ്കിൽ ആടിനെ ചെന്നായി പിടിക്കുമോ എന്നല്ല പേടിയല്ലാത്ത പേടി അവൾക്കില്ലാത്ത കാലത്താണ് ഇസ്ലാം പൂർത്തിയാക്കുക. അതായത് അവളൊന്ന് മുഖം ഉയർത്തി നോക്കാൻ പറ്റിയ ഒരാൾ ഈ നാട്ടിൽ ഉണ്ടാവില്ല. അവൾ സുരക്ഷിതയായിരിക്കും. അവളൊറ്റക്ക് ഹദർമൗത്ത് വരെ യാത്ര ചെയ്താലും ഒരാളോളെ നോക്കൂല. ഓർക്ക് പേടിയായിരിക്കും. ഇല്ലാത്ത ഖാഫി ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരാളെ അവൾക്ക് പേടിക്കേണ്ട ആവശ്യം വരില്ല. അതാണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം അല്ലേ ഹബീബ നബി പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നിസ്കാരം നോമ്പല്ലല്ലോ. എന്താണ്? പെണ്ണിനോട് കാണിക്കുന്ന മാന്യത. ഇത് 1000കണക്കായ കൊല്ലം ഈ മനുഷ്യനെ പറ്റി യൂറോപ്പ് എഴുതിച്ചു. പെണ്ണിനോട് മര്യാദ കാണിച്ചു. പെണ്ണിനോട് മര്യാദ കാണിക്കലാണ് ദീന്. പെണ്ണിനോട് മാന്യത കാണിക്കലാണ് ദീന്. നിന്റെ ദീന് നിന്റെ ഭാര്യയാണ് പറയേണ്ടത്. അയാൾ സ്വാലിയാ മനുഷ്യനാണ്, നാട്ടുകാരല്ല. എല്ലാവർക്കും പറയണം. എല്ലാവർക്കും പറഞ്ഞൂടെ? അതൊരു കലയല്ലേ? അയാൾ പറഞ്ഞൊരു കല. നിന്റെ ഭാര്യ പറയണം മനുഷ്യൻ സ്വാലിഹാണ്. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മൂത്ത മകനാണ് പ്രധാനപ്പെട്ട ഷെയ്ഖ്. രണ്ടാമത്തെ മകനും ഷെയ്ഖാണ്, ഷെയ്ഖ് അബ്ദുൽ റസാഖ് ജീലാനി. അവരുടെ ജനനം 1134, മരണം 1207. ഇവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരുമാണ്, യോദ്ധാക്കളാണ്. ആര്? അബ്ദുൽ വഹാബ് ജീലാനിയും അബ്ദുൽ റസാഖ് ജീലാനിയും. ആരുടെ മക്കൾ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മക്കൾ. രണ്ടാമത്തെ മകനെ എഴുതിയ ചൊല്ലി അബ്ദുൽ റസാഖ് ജീലാനി 1134 ജനിച്ചു. എന്നാലും സലാഹുദ്ദീനേക്കാൾ 3 വയസ്സ് കൂടുതലുണ്ട്. സലാഹുദ്ദീൻ ജനിക്കുന്നത് 1137. 1134 അബ്ദുൽ റസാഖ് ജീലാനി ജനിക്കുന്നത്. മരിക്കുന്നത് 1207. ചെറുപ്പകാലം മുതൽക്കേ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ആത്മീയതയോട് തസൗഫിനോട് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. സൂഫിയാണ്, തസൗഫി ബന്ധം. അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സൂഫിസം ഇല്ലാത്ത ഇസ്ലാം, ത്വരീഖത്തില്ലാത്ത ഇസ്ലാം അപൂർണ്ണമാണ്. എന്തുകൊണ്ട്? ഇസ്ലാം 3 എണ്ണാണ്. അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇഹ്സാൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ? അമലിയാത്ത് ഇസ്ലാമിൽ നിന്ന് കിട്ടും. അഖീദ എന്നുള്ളത് എന്തെന്നും കിട്ടും. മനസ്സിലായില്ലേ? അഖീദ എന്തെന്ന് കിട്ടും? ഈമാനി കാര്യങ്ങൾ അഖീദ ചർച്ച ചെയ്യും. ഇഹ്സാൻ ചർച്ച ചെയ്യണ്ടേ? എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ കാണുമ്പോൾ ആരാധിക്കാൻ കഴിയണം. അല്ലാഹ് മുന്നിലുണ്ടെന്ന് എനിക്ക് തോന്നണം. അതിന് എൻ്റെ ഖൽബിൻ്റെ സഫായിയത്ത് വരണം. ആ അവസ്ഥയിലേക്ക് അബ്ദിനെ എത്തിക്കുന്ന മാർഗമാണ് എന്ത്? ത്വരീഖത്ത്. അതാണ് ത്വരീഖത്ത്. അതിൽ ത്വരീഖത്താണ് വലിപ്പം പറയാനല്ല. ഞാൻ തിജാനിയാണ്, ഞാൻ മറ്റേ ആനിയാണ്, ഇതൊന്നും അല്ലടങ്ങായി വലിപ്പത്തരം. അതൊക്കെ അള്ളാഹ് വലിച്ചടറിയും. ഞാൻ തിജാനി അല്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പൂതിയാണ്. ഞാൻ തിജാനി അല്ല, എനിക്ക് തിജാനിയാകാൻ പൂതിയാണ്. മരണം വരെ പൂതിയാണ്. അള്ളാഹു മരിക്കുമ്പോഴേക്കും ആക്കി തന്നാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഖാദിരിയാകുക. ഇവരൊക്കെ ഖാദിരികളാ. അവിടേക്ക് അവരെ രോമത്തിനുണ്ട്. ഇവർ ഖാദിരി തന്നെയാണ്. കാരണം ഇവർ കാണിച്ച ദീൻ അതാണ്. ചെറുപ്പം മുതലേ ഇത് വളരെ ചിന്തിക്കുക. ദിക്റുകൾ, പ്രാർത്ഥനകൾ, മരണം വരെ അദ്ദേഹം യുദ്ധക്കളത്തിൽ പോലും തൻ്റെ ഔറാദുകളോ വദീഫകളോ ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ മുടക്കിയിട്ടില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തൻ്റെ ജീവിതകാലത്ത് ബഗ്ദാദിൽ വെച്ച് രൂപീകരിക്കുക വലിയൊരു ശിഷ്യസമ്പത്തിലും ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ശാരീരികവും സൈനികവുമായ പരിശീലനങ്ങൾ ഏർപ്പെട്ടിരുന്നു. ഈ ആത്മീയ സൈന്യമാണ് സലാഹുദ്ദീൻ്റെ സൈന്യം. അപ്പോൾ സലാഹുദ്ദീൻ്റെ സൈന്യം ആരാണ്? ഖാദിരികളാണ്.
ഈ രണ്ടാളുകളും ജെറൂസലേം യൂറോപ്പിൻ്റെ കയ്യിലായ കാലത്ത് മരിച്ചവരുമാണ്. തിരിഞ്ഞിട്ടില്ല. 1111 മരിക്കുകയാണ് ആര്? അബൂ ഹാമിദ് ഖസാലി. യൂറോപ്പ് ബൈത്തുൽ മുഖദ്ദസിനെ കയ്യിലാക്കണത് എന്നാ 1099, 1099. മറക്കന്നെ ചെയ്യരുത്, അത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വർഷമാണ് 1099, 1099. ആ കാലത്ത് ആര് ജീവിച്ചിരിപ്പുണ്ട്? രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. 1077 ജനിച്ചിട്ടുണ്ടല്ലോ ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. 1099 യൂറോപ്പ് ബൈത്തുൽ മുഖദ്ദസ് കയ്യിലാക്കുമ്പോൾ അദ്ദേഹത്തിന് 22 വയസ്സില്ലേ? 1058 ജനിച്ചിട്ടുണ്ട് ആര്? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഖസാലി. 1077. അപ്പൊ 20, 19, 20 വ്യത്യാസം വയസ്സ് ഇവർ തമ്മിലുണ്ട്. 1058 ജനിച്ചു ആര്? ഇമാം ഖസാലി. 1077 ജനിച്ചു ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി. ഇവർ തമ്മിൽ 18, 19, 20 വയസ്സിന് വ്യത്യാസമുള്ളത് ഇവർ തമ്മിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ടോളൂ, അത് കഴിഞ്ഞിട്ട് 1099 യൂറോപ്പ് നമ്മുടെ പ്രധാനപ്പെട്ട ഖിബില കയ്യിലാക്കുമ്പോൾ ഇമാം ഖസാലിക്ക് എത്ര വയസ്സുണ്ട്? 41 വയസ്സുണ്ട്. മനസ്സിലായി? ഇമാം ഖസാലിക്ക് 48 വയസ്സുണ്ട്. 22 വയസ്സുണ്ട് ആർക്ക്? അബ്ദുൽ ഖാദിർ ജീലാനിക്ക്. ഇനി രണ്ടാൾ മരിക്കണം നോക്കി. അപ്പൊ ഈ പരിശുദ്ധമായ ഖിബില കയ്യിൽ, ശത്രുക്കൾ കയ്യിലായ കാലത്ത് ഇവർ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരൊരു ഏതെങ്കിലും ഒരു ബറ്റാലിയൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ നമ്മൾ 10 ചെറുപ്പക്കാരെ കൂട്ടി നേരം കൊടുക്കുമ്പോൾ കരാട്ടെടുക്കുക. ഇതപ്പം നമ്മളെ സൈന്യം. ഇതല്ല മോലിയാരെ പണി. മോലിയാരെ പണി എന്തല്ല, ഒരു സമൂഹം നശിക്കുന്നത് അവരുടെ ആത്മീയമായ ശക്തി ഇല്ലാതാകുമ്പോഴാണ്. അപ്പോൾ പണ്ഡിതൻ ചെയ്യേണ്ടത് എന്നാൽ കരാട്ടെ പഠിപ്പിക്കല്ല. പണ്ഡിതൻ എന്താ ചെയ്യേണ്ടത്? ആത്മീയത തിരിച്ചു കൊടുക്കുക. എന്താ ആത്മീയ? പടച്ചോനെ പറ്റിയുള്ള ബോധം. ഇനി രണ്ടാൾ മരിക്കണത് 1111 ഖസാലി മരിച്ചു. 1166 ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി മരിച്ചു. 1166. അപ്പം ഖസാലിയും ഇത് മോചിപ്പിക്കാതെ മരിച്ചു. ജീലാനിയും ഇത് മോചിപ്പിക്കാതെ തന്നെ മരിച്ചു. ശരി, മോചിപ്പിക്കണമെന്നാ 1187. പക്ഷെ മോചിപ്പിക്കണം ഇവർ തന്നെയാണ്. പക്ഷെ ഇവർ മോചിപ്പിച്ചാൽ പോരല്ലോ. ഇനി ഒരിക്കലും അതിമ തൊടാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു സമൂഹം അവിടെ വളർന്നു വരണം. ഒരു ടെററിസ്റ്റ് വിഭാഗത്തിന് ഉണ്ടാക്കിയാൽ പോരാ. അതാണ് ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെ കൂട്ടത്തിൽ അതിനിപ്പം പിന്തുണ കൊടുക്കുക. നിങ്ങൾ ചിന്തിക്കുക, ഇസ്ലാമിൽ ടെററിസം ഉണ്ടായ വഴിയാണ് എന്ത്? ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, ഒന്ന് വഹാബിയത്ത്. ഇത് രണ്ടിനെയും ഇന്ന് നമ്മൾ കൂടെ കൂട്ടിക്കൊണ്ട് കിടക്കുക. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം മനസ്സിലാക്കാൻ ഈ മന്ദബുദ്ധികളായ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു മന്ദബുദ്ധികളാണ്, അവർക്ക് മനസ്സിലാവുന്നില്ല. നിലവിലുള്ള മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർ മന്ദബുദ്ധികളാണ്. കാരണം മന്ദബുദ്ധികളായതുകൊണ്ടാണ് ഇതിനെ ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നഷ്ടം നമ്മൾ തീർത്ത തീരൂല. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ നഷ്ടം മുസ്ലിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്? ഈ മന്ദബുദ്ധികൾക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവർ കേൾക്കൂല. കാരണം ഇവർ സ്വയം നേതാക്കളായി നടക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ കേൾക്കൂല. ഒരു സമൂഹത്തെ ബിൽഡ് ചെയ്യേണ്ടത് ആത്മാവിൽ നിന്നാണ്. എന്തെന്നല്ല സൈനിക വടിയും കുറുവടിയും കുന്തവും തോക്കുമല്ല കൊടുക്കേണ്ടത്. ആത്മീയമായി അവർക്ക് പടച്ചമ്പുരാനോട് ബന്ധം ഉണ്ടായി കൊടുത്താൽ സ്വാഭാവികമായി ആ സമൂഹം വളരും. ആ സമൂഹത്തെ ഒരാൾ എതിർക്കില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ സലാഹുദ്ദീൻ എവിടുന്നത് കിട്ടിയത്? ഖാദിരിയത്ത്. ഒരാളെ ഉപദ്രവിക്കരുത്. അതേ സമയത്ത് നമ്മളെ കാര്യം നേടുകയും വേണം. പരമാവധി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി. തടവിലാക്കപ്പെട്ടവരെ റിച്ചാർഡ് ലേൺഹാർട്ടിൻ്റെ ആളുകൾ കൊല്ലുമ്പോൾ ഇവിടെ തടവിലാട്ടുകാരെ സംരക്ഷിക്കുക. തടവിലാക്കപ്പെട്ടവരെ, മുസ്ലിം പക്ഷത്തും തടവിലാക്കപ്പെട്ടവരെ റിച്ചാർഡ് ലേൺഹാർട്ടിൻ്റെ സൈന്യം പരസ്യമായി വെട്ടിക്കൊല്ല. മനസ്സിലാവേണ്ടി പറഞ്ഞത്. അതേ സമയത്ത് ഇവരെ തടവുകാരെ സലാഹുദ്ദീൻ സംരക്ഷിക്കുക. എന്താ ഇതിനെ കഴിയാൻ കാരണം? എന്നാൽ തിരിച്ചു കൊടുത്തു. ജസാ സയ്യത്തിൻ സയ്യത്തുനല്ലേ, ഒരു ചീത്തക്ക് ചീത്ത തിരിച്ചടിച്ചൂടെ. പക്ഷെ ഇനി വിജയം ഉണ്ടാവില്ല, താൽക്കാലികമായ ലാഭം ഉണ്ടാവുള്ളൂ. അത് തിരിച്ചടിക്കൂല, അടിക്കാതെ അതിന് വേദനിക്കുക. അതേ സമയത്ത് ഇവരെ സൈന്യം നിരപരാധികളാണ്. ആ സൈന്യത്തിന് ഉപദ്രവിക്കാതിരിക്കുക. നമ്മളെ കൂട്ടത്തിന് തടവിലാക്കപ്പെട്ടവർ മറ്റൊരു കൊല്ലുക, ഇവരെ തടവിലാക്കപ്പെട്ടവർ നമ്മൾ സംരക്ഷിക്കുക. ഇതിനെന്താ കഴിഞ്ഞത്? ആത്മീയമായ ശക്തിയാണ്. ആ ശക്തി മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ വഹാബിയത്ത് വന്നതോടുകൂടെ നഷ്ടപ്പെട്ടു പോയി.
ആ വഹാബി ലൈനിൽ മാത്രമാണ് ഇന്ന് മുസ്ലിം നേതാക്കന്മാർ ചിന്തിക്കുന്നത്. ആ സമൂഹത്തിന് ഇനി സമുദ്രിക്കാൻ കഴിയൂല. അപ്പൊ സലാഹുദ്ദീന്റെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം എന്താ? ത്വരീഖത്ത് ശുദ്ധ ഖാദിരിയാണ്. എന്തൊഴിവാക്കിയാലും ഔറാദുകൾ ഒഴിവാക്കൂല, അത്ര വലിയ ബന്ധം. പിന്നെ തൻ്റെ ഇമാമിങ്ങളായ ഷെയ്ഖന്മാരാണ്. ഒന്ന് അബ്ദുൽ വഹാബ് ജീലാനിയും അബ്ദുൽ റസാഖ് ജീലാനിയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മൂത്ത മകനും ശേഷമുള്ള മകനും കൂടണ്ട്, എപ്പോഴും കൂടണ്ട്. ഇല്ലാത്ത സമരമോ യുദ്ധമോ നടത്തിയിട്ടേ ഇല്ല. ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജീലാനിയും ഷെയ്ഖ് അബ്ദുൽ റസാഖ് ജീലാനിയും തങ്ങൾ നൂറുകണക്കിന് ശിഷ്യന്മാരും മായി സലാഹുദ്ദീൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു. എപ്പോഴും കൂടണ്ട്. അത് അവർ പറഞ്ഞതേ ചെയ്യുള്ളൂ. ഒരു ആലിമിനൊരു വില ഉണ്ട്. ആലിമിന് വില ഉണ്ടാക്കണമെങ്കിൽ ആലിമ് രാഷ്ട്രീയക്കാരൻ്റെയും മുതലാളിൻ്റെയും മുന്നിൽ കുന്തം പോലെ നിൽക്കല്ല ഉണ്ട്. ഇന്ന് ആലിമിന് വില അല്ലാതിരിക്കാൻ കാരണം ആലിം തന്നെയാണ്. ആലിമ് മുതലാളിൻ്റെ മുന്നിൽ കുമ്പിട്ടുക്കുന്ന പണിയാണ് ആലിമിന്. ഒരു മുതലാളി പറഞ്ഞതിന് മുതലാളി പൈസ കൊടുത്തതിന് തെക്കുബീറില്ല. എവിടുന്നാണ് ഈ മുതലാളിക്ക് മുതൽ കിട്ടിയതിനെ പറ്റി ചിന്തയില്ല. അത് ഏത് ആറാമ്യത്തിലുണ്ടാക്കിയ മുതലാണെങ്കിലും മുതൽ കൊടുത്ത തെക്കുബീറി നമ്മളില്ല. ഏത് ഹറാമിയത്തിൽ ഉണ്ടാക്കിയ മുതലാണെങ്കിലും മുതലാളി ഒരു സംഭാവനയാണ് പറഞ്ഞാൽ അപ്പം തെക്കുബീറാണില്ല. നമ്മൾ തെക്കുബീർ തൊഴിലാളികളപ്പം ഈ പൈസ എവിടുന്നാണ് ഈ മുതലാളിൻ്റെ കയ്യിൽ വന്നത് എന്നത് ചിന്തിക്കാൻ ഈ പോത്തുകളായ തലയെക്കെട്ടുകാർക്ക് ഇന്ന് കഴിയണില്ല. താപ്പാക്കപ്പോത്തുകൾ, ഈ പോത്തുകളായ തലയെക്കെട്ടുകാർക്ക് ഇന്ന് ബുദ്ധിയില്ല. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. വരുന്ന പണം ഹലാലോ ഹറാമോ എന്ന് പണ്ഡിതന്മാർ ചിന്തിക്കാത്ത ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ലേ ഇപ്പോൾ ഇനി എന്നൊക്കെ ഖിയാമത്ത് വരാൻ. ഇത് ഇടവും വലവും ആരാളുള്ളത്? ഖാദിരികൾ. ആരാ ശിഷ്യന്മാർ? തെർബിയത്ത് കിട്ടിയ ആരിൽ നിന്ന്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി നേരിട്ട് തെർബിയത്ത് കിട്ടിയ. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജീലാനി 21 ജനിച്ചു. അപ്പൊ ബാപ്പ മരിക്കുമ്പോൾ ഈ മനുഷ്യന് വയസ്സെത്രണ്ട്? 66 ബാപ്പ മരിച്ചു. 21 കുട്ടി ജനിച്ചു. അപ്പൊ ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഇനിയിപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ എടുത്തതാണ്. എത്ര? 45 വയസ്സിലെ മനുഷ്യ. അയ്യേ. അപ്പൊ ഈ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ജീലാനിക്ക് 45 വയസ്സുണ്ട് ആര് മരിക്കുമ്പോൾ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ. അതായത് ബാപ്പാന്റെ തെർബിയത്ത് എത്ര കൊല്ലം കിട്ടിയ മോനത്. നേരിട്ട് ബാപ്പാന്റെ തെർബിയത്ത്, ജനനം മുതൽ ബാപ്പാന്റെ മരണം വരെ ബാപ്പാന്റെ തെർബിയത്ത് കിട്ടിയ കുട്ടിയാണ്. ആരുടെ ഇമാം? സുൽത്താൻ സലാഹുദ്ദീന്റെ ഇമാമ ആളാ. പിന്നെ ആ മനുഷ്യൻ എവിടെ പേക്കാനാണ്? പിന്നെ അങ്ങനെ തെർബിയത്ത് കിട്ടിയ നൂറുകണക്കിന് മുരീദന്മാര്, ഖാദിരി മുരീദന്മാര് ഇടവും വലമുണ്ട്. ഒരു തെറ്റവിടെ പിന്നെ സംഭവിക്കല്ല. അവർ ദുനിയാവിന് വില വെക്കാത്തവരുമാണ്. ദുനിയാവിന് വില വെക്കാത്തവരാണ് അവർ. കാരണം അങ്ങനെയാണ് അവർ പഠിച്ചത്. പ്രഭു സ്വർണ്ണ നാണയത്തിൻ്റെ ചാക്കിൻ്റെ കെട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പലവട്ടം പറഞ്ഞു വേണ്ടാന്ന്. അവസാനം നിർബന്ധിച്ചപ്പോൾ എണീറ്റ് വന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ കീസ് തുറന്നു. പിന്നെ വലിച്ചിട്ടപ്പോൾ കട്ടക്കട്ട ചോര പുറത്തേക്ക് ചാടി. ആരാനെ കഷ്ടപ്പെടുത്തി ഹറാമായി ഇജ് സമ്പാദിച്ച പൈസ അല്ലടാ, അത് ആരാൻ്റെ ചോരയല്ലേ, ഇത് ഇന്നെ കൊണ്ടും തീറ്റിക്കലാണോ എൻ്റെ ഉദ്ദേശം? ഇതാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. 40 ഇറ്റാണ്ടോളം വയൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വയലിലൊക്കെ പങ്കെടുത്തവരല്ലേ ഇവര്? മനസ്സിലാണ്ട് പറഞ്ഞത്. ആ മനുഷ്യന്മാരാണ് ഇതിൻ്റെ ഇടവും വില ഉള്ളത്. പിന്നെ പേക്കൂലല്ലോ. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ജെറൂസലേം വിജയത്തിന് നീതി ബോധപൂർവമായ തീയതി തിരഞ്ഞെടുക്കൽ മിഅ്റാജിന്റെ ദിവസം തന്നെ 1187 സെപ്റ്റംബർ പകുതിയോടെ തന്നെ ജെറൂസലേം കീഴടക്കാൻ സലാഹുദ്ദീന് സാധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം മനഃപൂർവ്വം യുദ്ധം നീട്ടിക്കൊണ്ടുപോയി. ഉപരോധം ഉള്ളിലേക്ക് കയറിയില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ജെറൂസലേമിൽ നിന്ന് ആകാശത്തേക്ക് പോയ വിശുദ്ധരാവായ റജബ് 27 മാത്രം ആ നഗരത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. അത് ബഹുമാനപ്പെട്ട ഒരു ആത്മീയ ദീർഘവീക്ഷണത്തിന് തെളിവാണ്. അങ്ങനെയാണ്. അതൊക്കെ ഓരോ തീരുമാനങ്ങളായിരിക്കും. പിന്നെ എന്ത് ചെയ്തു? ഡമാസ്കസിലും ജെറൂസലേമിലുമുള്ള അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങളിൽ മുഴുവനും എന്ത് ചെയ്തു? സൂഫി സദസ്സുകൾ നിർബന്ധമാക്കി. എല്ലാ പള്ളികളും സൂഫി സദസ്, ത്വരീഖത്ത്, സൂഫി സദസ് ഇതെല്ലാം നിർബന്ധമാക്കി.
എല്ലാ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ഒരുമിച്ച് കൂടുന്ന വൈകുന്നേരങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകൾ, വിപുലമായ തിങ്കളാഴ്ച രാവിൻ്റെ സദസ്സ്, വെള്ളിയാഴ്ച രാവിൻ്റെ സദസ്സ്, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ പള്ളികളിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ആ കാലത്ത് ഈ പട്ടാളക്കാരൊക്കെ എന്തിൽ പങ്കെടുക്കും? ഈ ദിക്റിൻ്റെ മജ്‌ലിസുകൾ കൃത്യമായ ഖാദിരികൾ കാൻകാഹുകൾ ഉണ്ടാക്കി അതിനുവേണ്ടി വഖഫ് ചെയ്തു. മഹാനായ തത്വചിന്തകൻ ആത്മീയ ഗുരുമായും അബൂ ഹാമിദ് അൽ ഗസ്സാലിയും തമ്മിലുള്ള ബന്ധം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ വളരെ ആഴമേറിയതാണ്. രണ്ടുപേരും വ്യത്യസ്ത കാലഘട്ടത്തിലാണ് ജീവിച്ചതെങ്കിൽ പോലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. സലാഹുദ്ദീൻ എന്ന വീരയോദ്ധാവിനെ രൂപപ്പെടുത്തിയ ആത്മീയവും ഭൗതികവുമായ അടിത്തറ ഇമാം ഗസ്സാലിയുടെ പരിഷ്കാരങ്ങളായിരുന്നു. ആധുനിക ചരിത്ര ഗവേഷകരായ ഡോക്ടർ മാജിദ് ഇൻസാൻ അൽ കിലാനി, അലി മുഹമ്മദ് അസ്സല്ലാബി തുടങ്ങിയവരുടെ പഠനങ്ങൾ വെളിച്ചത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദ ഗസ്സാലി ജനറേഷൻ എന്നാ പറയാം. ഒന്നാം കുരിശ് യുദ്ധത്തിൽ മുസ്ലിം ലോകം വൻ പരാജയം ഏറ്റുവാങ്ങുകയും ജെറൂസലം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഇമാം ഗസ്സാലി മനസ്സിലാക്കിയത് വെറും ഒരു സൈനിക നീക്കം കൊണ്ട് മാത്രം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ്. ആത്മവിപ്ലവം നടത്തണം. മുസ്ലിം സമുദായത്തിൻ്റെ തകർച്ചയ്ക്ക് അടിസ്ഥാനക്കാരൻ അവരുടെ ആത്മീയ ദാരിദ്ര്യമാണെന്ന് ഇമാം ഗസ്സാലി തിരിച്ചറിഞ്ഞു. അത് ഇന്നും നമ്മളെ മൂല്യന്മാർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് പ്രശ്നം. നിങ്ങൾ ഇന്നത്തെക്കാൾ ആത്മീയത ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമുക്ക് ആത്മീയത കുറഞ്ഞതാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് അന്നത്തെ ആൾ മനസ്സിലാക്കി. അതിൻ്റെ ഒരംശം ആത്മീയത ഇന്ന് ഇല്ല. ഇന്നത് മനസ്സിലാക്കാൻ നമുക്കോട്ട് നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ സൈന്യം, നമ്മളൊരു കരാട്ടി മറ്റൊക്കെ പഠിക്കുക, എന്നാൽ നമുക്ക് ഇവിടെയൊക്കെ വലിയ ആളുകളായി നടക്കുന്നതാണ്. ഒരു വ്യത്യാസം ഇന്നത്തെ സുന്നി നേതാക്കളും ഇന്നത്തെ വഹാബികളും തമ്മിൽ വ്യത്യാസമില്ല. ഗസ്സാലി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഗസ്സാലിയൊക്കെ ഗസ്സാലിനൊന്നും വേണ്ടത്ര നമ്മൾ മനസ്സിലാക്കിയതും ഇല്ല. ഇപ്പം ഇന്നത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ 10 കൊല്ലം മുമ്പ് 25-35 കൊല്ലം മുമ്പ് മരിച്ചുപോയ മൂല്യരെയും ഗസ്സാലിനെയും പറഞ്ഞാൽ ആ മൂല്യർക്കുള്ള വില പോലും ഗസ്സാലിക്ക് ഇന്നത്തെ മൂല്യം ലഭിക്കില്ല. ഇപ്പോൾ ഒരു 10-25 കൊല്ലം മുമ്പ് മരിച്ചുപോയ മൂല്യരെ വില പോലും ഗസ്സാലിക്കില്ല. അബ്ദുൽ ഖാദിർ ജീലാനിക്കൂല. പിന്നെ ജീലാനിക്ക് വില ഉണ്ടാകാൻ കാരണം ഇടക്കിടക്ക് ജീലാനിൻ്റെ പേരിൽ നമുക്ക് തിന്നാൻ കിട്ടുമല്ലോ എന്നുള്ളതാണ്. അങ്ങനെ ഗുണം ഗസ്സാലിനെ കൊണ്ടുണ്ട്. ഓസിയ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നാലും. ഗസ്സാലിനെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജീലാനെ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് രാത്രി കാലങ്ങളൊക്കെ പെരിയിൽ വാതിലടച്ചാൽ ഓസിയ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചോറ് കിട്ടും, പിന്നെ ഒരു ചോറ് കിട്ടും. അല്ലെങ്കിൽ ആദ്യം ഇറച്ചിമ്പത്തിനും കിട്ടും, പിന്നെ ഒരു ചോറും കിട്ടും. അതാണ് ഇപ്പോൾ നമുക്ക് മൊഹീദ്ദീൻ ശേഖരം കൊണ്ട് നമുക്കുള്ള കാര്യം. നമുക്ക് ആദ്യം ഇറച്ചിമ്പത്തിനും കിട്ടും, പിന്നെ ചോറും കിട്ടും. ഗസ്സാലിനെ കൊണ്ട് ആ കാര്യമല്ല. എന്താണ് ഈ വിഷയം? വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആര്? ഗസ്സാലി. നമ്മളൊരു സൈന്യം, ഈ സൈന്യം ഈ മനുഷ്യനൊരു സൈന്യം ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ അടിയിൽ ജെറൂസലേം മറ്റുള്ളവർ ബൈത്തുൽ മുഖദ്ദസ് പള്ളി കാഷ്ടത്തിൻ്റെ കുതിരലായകമാവുന്നത് കണ്ടിട്ടാണ് മനുഷ്യൻ മരിക്കുന്നത്. ഈ മനുഷ്യന് ഫത്തഹ് കിട്ടുന്നത് 1106 അത് എവിടുന്നാണ് കിട്ടുന്നത്? ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആ താഴ്വരയിൽ നിന്ന്. അന്ന് അവിടെ ഭരിക്കണത് ആരാ? യൂറോപ്യന്മാർ. അന്ന് ബൈത്തുൽ മുഖദ്ദസ് പള്ളി ഏതാ? കുതിരലായം. നിങ്ങൾക്ക് മനസ്സിലായി? ഈ മനുഷ്യന് ഒരു പാറ ഉണ്ട് അവിടെ, പാറ. ആ പാറയാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ആ പാറൻ്റെ അടിയിൽ നിന്നാണ് കിട്ടുന്നത്. ആ പാറൻ്റെ അടിയിലാണ് റസൂൽ ഇമാമായി നിസ്കരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ആ പാറൻ്റെ മുകളിൽ റസൂലിൻ്റെ കാൽപാദത്തിൻ്റെ അടയാളുണ്ട്. മുസ്തഫ നസി ഇങ്ങോട്ട് പോയ മെഹറാജിന് പോയ അടയാളുണ്ട് അവിടെ, സഖറത്തുൽ മെഹറാജ് എന്നും കൂടി എനിക്ക് പറയും. മനസ്സിലായില്ലേ? ആ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു രാത്രി ഫതഹ് കിട്ടുകയാണ്, അള്ളാഹു കൊണ്ട് കൊടുക്കുകയാണ്. അതാണ് ഗസ്സാലി ആവുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദസ് പള്ളി കുതിരലായാണ്. അന്ന് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ കുതിരനെ കെട്ടിയിരിക്കുകയാണ്. അന്നത് ചാണകക്കുഴിയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ 10 ആളുണ്ടാക്കിയിട്ട് യുദ്ധത്തിന് പോയില്ല. ആ മനുഷ്യൻ അത് കഴിഞ്ഞ 5-ാമത്തെ കൊല്ലം നിശബ്ദമായി പുസ്തകങ്ങൾ എഴുതി നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ 1111 മരിച്ചു. സലാഹുദ്ദീൻ ജനിക്കുന്നത് പിന്നെയും 10-26 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മനസ്സിലായോ? പക്ഷെ ആ സലാഹുദ്ദീൻ മതിയായി. ഇത് ഗസ്സാലി ജനറേഷനാണ്. ഗസ്സാലി പടച്ചു വിട്ട ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ആര്? അബ്ദുൽ ഖാദിർ ജീലാനിയും ഇവരൊക്കെ ആയിപ്പെട്ടതാണ്. അതാണ് ഗസ്സാലി. ആൺകുട്ടിയാണ്, പകരം ഒരു കുട്ടി പിന്നെ ഉണ്ടായിട്ടില്ല. തിരിച്ചറിവ്. നമ്മൾ ഈ ഇന്നിപ്പോൾ ചെയ്യുന്നത് എന്തെന്നറിയോ? എല്ലാത്തിനും നമ്മൾ താൽക്കാലിക സൊല്യൂഷൻ. രാഷ്ട്രീയം പോലെ, അവസരവാദ രാഷ്ട്രീയം പോലെ അവസരവാദ മതം. ഇന്നത്തെ സ്വഭാവം. ഇന്നിപ്പം രാഷ്ട്രീയക്കാരെ പറ്റി നമ്മൾ പൊതുവെ പറയാറുണ്ട് എന്ത്? അവസരവാദ രാഷ്ട്രീയം. ഇന്നത്തെ അവസരവാദ രാഷ്ട്രീയം പോലെയാണെങ്കിൽ അവസരവാദ മതം. എന്നൊരു അവസരവാദ മതമാണ്.
അപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ അതന്നെ അഷ്അരി അദ്ദേഹത്തിൻ്റെ തലമുറ, ആ ഒരു തലമുറയിലാണ് അദ്ദേഹം വളർന്നത്. സമൂഹത്തിന് തകർച്ചക്കാരൻ ആത്മീയ ദാരിദ്ര്യമാണെന്ന് കുറച്ചാൽ തിരിച്ചറിഞ്ഞു. സമൂഹത്തിന് ഉള്ളിൽ നവീകരിക്കാനുള്ള വിപുലമായ വിദ്യാഭ്യാസ പദ്ധതിക്ക് അദ്ദേഹം ആത്മീയ പദ്ധതിക്ക് തുടക്കമിട്ടു. ഈ നവീകരണ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരുന്ന പണ്ഡിതന്മാർ യോദ്ധാക്കളും ചേർന്ന തലമുറയാണ് പിൽക്കാലത്ത് സലാഹുദ്ദീൻ്റെ തലമുറ. അപ്പോൾ എന്താണത്? അതായത് ഗസാലി ജനറേഷനെ തുടർന്ന് വന്നതാണ് എന്ത്? സലാഹുദ്ദീൻ ജനറേഷൻ. മനസ്സിലായോ? അതിൻ്റെ ഉൽപ്പന്നാണത്. ഇമാം ഗസാലി വിതച്ച ആത്മീയ വിത്തുകളുടെ വിളവെടുപ്പാണ് ആരിലൂടെ കിട്ടിയത്? പറ. സലാഹുദ്ദീനിലൂടെ കിട്ടിയത്. വ്യക്തിപരമായി കടുത്ത ഷാഫിഈ കർമ്മശാസ്ത്രം, അഷ്അരി വിശ്വാസ സംഹിത, ഈ ചിന്താധാര മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരം നേടിക്കൊടുത്തതും അതിനെ ജനപ്രിയമാക്കിയതും ഇമാം ഗസാലിയാണ്. അതായത് ഷാഫിഈ കർമ്മശാസ്ത്ര സരണിയും അഷ്അരി മാർഗവും ലോകത്തെ ഏറ്റവും അറിയപ്പെട്ടത് ആര് വഴിയാണ്? സുൽത്താൻ സലാഹുദ്ദീൻ വഴിയാണ്. കൈറോയിലെയും ഡമാസ്കസിലെയും മദ്രസകളൊക്കെ ഈ നിലക്കാണ് സ്ഥാപിച്ചത്. സൂഫിസത്തിന് വലിയ അംഗീകാരം അദ്ദേഹം ഇമാം ഗസാലി തൻ്റെ വിഖ്യാതമായ യഹ്യാ ഉലൂമുദ്ദീൻ സൂഫിസത്തിന് ഇസ്ലാമിൻ്റെ പ്രധാന ധാരയുമായി വിജയകരമായി കൂട്ടിച്ചേർത്തതും സുൽത്താൻ സലാഹുദ്ദീനാണ്. എല്ലായിടത്തും യഹ്യ പഠിപ്പിച്ചു, അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു. പാശ്ചാത്യ ചരിത്രകാരനായ PH ന്യൂബി തൻ്റെ സലാഡിൻ ഇൻ ഹിസ് ടൈം എന്ന പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നത് ഇമാം ഗസാലി ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ സലാഹുദ്ദീൻ കേവലം ഒരു ഫണ്ടമെന്റലിസ്റ്റ് മാത്രമായി മരിച്ചു പോകേണ്ട ആളാണ്. ഇതുപോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മനസ്സിലായി? ഒരു പാശ്ചാത്യ ചരിത്രകാരനായ PH ന്യൂബി എഴുതിയ സലാഡ് ഇൻ ഹിസ് ടൈം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നത്, ശ്രദ്ധിക്കണേ, സലാഡ് ഇൻ ഹിസ് ടൈം എന്ന ഈ പുസ്തകത്തിൽ പറയുന്നത് ഇമാം ഗസാലി ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ കേവലം ഒരു ഫണ്ടമെന്റലിസ്റ്റ് മാത്രമായിരിക്കും ആര്? സുൽത്താൻ സലാഹുദ്ദീൻ. അങ്ങനത്തെ ഒരു മത മൗലികവാദി അത്രേ ഉണ്ടാവുള്ളൂ. ഇമാം ഗസാലി എന്ന മനുഷ്യനാണ് ആരുണ്ടാക്കണത്? സുൽത്താൻ സലാഹുദ്ദീൻ. നമ്മൾ കണ്ടിട്ടുമില്ല. വ്യത്യാസത്തിന് 26 കൊല്ലം മരിച്ചിട്ട് 26 കൊല്ലം ഈ ആൾ ജനിക്കണത്. അതാ പണ്ഡിതൻ ചെയ്യേണ്ട പണി. അതാണ് പണ്ഡിതൻ ചെയ്യേണ്ട. ഒരു സമൂഹത്തിന് ജീവൻ കൊടുക്കണം. സമൂഹം എന്നോ ജീവിച്ചോട്ടെ. മനസ്സിലായോ? ഒരു പണ്ഡിതൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ആ പണ്ഡിതൻ അപ്പം കണ്ടോണമെന്നില്ല. അദ്ദേഹത്തിന് സമൂഹത്തിൽ അത് ഞാൻ പറഞ്ഞു. ഇമാം ഗസാലി ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രയോ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ കാഫിറാണ്. ആ ജനങ്ങളെങ്ങനെ ഈ മനുഷ്യൻ അംഗീകരിക്കുമോ? പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവും ഇത് കാഫിറല്ല, ഇത് വലിയ വെളിച്ചാണ്. എന്തേ അത് മനസ്സിലാക്കാനുള്ള വെളിച്ചം വരെ കൽബിനില്ല. ആ ഗസാലി അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ 1000 കൊല്ലാകുമ്പോഴും നമ്മളെ ഈ വെളിച്ചം. പക്ഷെ അത് അന്നത്തെ പണ്ഡിതന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ പണ്ഡിതന്മാർ ഇമാം ഗസാലി ആരാന്ന് വരെ പറഞ്ഞു. യഹ്യ കത്തിക്കാൻ തീരുമാനിച്ചു. ബഗ്ദാദിൽ ടൈഗ്രീസ് നദിയുടെ തീരത്തിട്ട് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് യഹ്യ കത്തിക്കണം എന്ന് തീരുമാനിച്ചു പണ്ഡിതന്മാർ. യഹ്യ പരസ്യമായി കത്തിക്കുക, എന്നിട്ട് വിളംബരം ചെയ്യുക യഹ്യ ഉലൂമുദ്ദീൻ കത്തിക്കണം. അന്ന് രാത്രി ഖാദിൽ ഖുദാത്തിൻ്റെ അടുത്ത് റസൂലുള്ളാഹി വന്നിട്ട് അടിയാട് എൻ്റെ ഗസാലിയെ ആക്ഷേപിച്ചിരുന്നു എന്ന് വെച്ച് അടിയാണ് കിട്ടി. രാത്രി നേരം വെളുക്കുമ്പോൾ ഒരു ഓയിലും കൊണ്ട് പൊതിച്ചുകൊണ്ടാണ് പള്ളിക്ക് വരുന്നത്. വലിയ ഖാദിയർ എന്ത് വെച്ചു? അത്താനി റസൂലുള്ളാഹി വദറബനി. യഹ്യ കരിക്കാൻ തീരുമാനിച്ചതിന് തലേ രാത്രി അടിയാണ് കൊടുത്തു. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ പണ്ഡിതൻ നല്ല ആളായിരിക്കും, ഇല്ലെങ്കിൽ തല്ലും കിട്ടൂല. റസൂലുള്ളാഹിന്റെ തല്ലിട്ടണമെങ്കിലും എന്ത് വേണം? അതിന് ബാക്കിയല്ലേ. അള്ളാഹു റസൂൽ സ്വപ്നത്തിൽ വന്ന ഒരാളെ തല്ലാണെങ്കിൽ ആ തല്ലോടുകൂടി ആ മനുഷ്യൻ നന്നാവും ചെയ്തു. അതൊരു തൗഫീഖ്. ഇന്നിപ്പോൾ എന്താ തന്നാൽ അന്നെ തന്നിട്ട് കാര്യമല്ലേ പോത്തെ നന്നാവില്ല. എന്നെ തല്ലു റസൂലിൻ്റെ വന്ന് തല്ലാത്ത എന്നെ പോലത്തെ തന്നെ എൻ്റെ ഈ സ്റ്റേജമ്മൽ ഇങ്ങനെ കുത്തിരിക്കണം. ഇവരൊന്നും തച്ചിട്ട് അടിച്ചിട്ട് കാര്യം നന്നാവില്ല. ഇവർ ജീവൻ പോലെ നന്നാകാത്ത കൗമാണ്. ഇവർ ഈ സമുദായത്തിന് പേപ്പിക്കാൻ അറിഞ്ഞവരാണ്. ഇവർ നന്നാവില്ല. നന്നാകുകയാണെങ്കിൽ നന്നാവുന്ന ലക്ഷണം റസൂൽ വന്ന് തല്ലാട്ട് കൊടുക്കും. അതന്നെ നമ്മൾ 18 കൊല്ലല്ലേ ചർച്ച ചെയ്തത്. റസൂലുള്ളാഹിന്റെ മുടിയാണോ മുടിയല്ലേ? ഒരു മൂല്യം എത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് അതിൻ്റെ മുടിയാണ് കേട്ടോ എന്നത് തീർത്തിരൂലേ? ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രധാനപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി എന്ന് പറയാം, എന്ത് നിങ്ങൾ അതിൻ്റെ പേര് തല്ലുണ്ടാക്കണ്ടട്ടാ, അതിൻ്റെ മുടിയല്ല, എൻ്റെ മുടിയാണ്, തീരൂല. ആ നേതാവ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. എന്തേ ഓരോന്നും പറഞ്ഞ കാര്യമല്ല. അല്ല 10-20 കൊല്ലം സമുദായം കളഞ്ഞല്ലോ ഒരു മുടിൻ്റെ കാര്യത്തിൽ. ഇതൊരു ഒരു നേതാവിൻ്റെ ഒരു സംഘടനയുടെ നേതാവ് റസൂലുള്ളാഹിനെ ശരിക്കാണ് സ്വപ്നം കണ്ട് പറഞ്ഞ തീരുന്ന വിഷയമാണോ? അല്ലേ ഞമ്മക്കെങ്കിലും തീരുമല്ലോ. നേതാവ് പ്രസിഡന്റ് വിളിച്ച് സമ്മേളനത്തിൽ പറയാം, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച റസൂലുള്ളാഹിനെ
സ്വപ്നം കണ്ടു. അത് റസൂലുള്ളാഹി എൻ്റെ മുടിയെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇനി അയാൾ എന്തോ കാട്ടിക്കൂടെ കഴിഞ്ഞു. അല്ല എൻ്റെ മുടിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും കഴിഞ്ഞു. നമ്മളെ കൊല്ലം ഇരുവണ്ണം പോയല്ലോ. എന്തേ ഞാൻ എന്നെപ്പോലത്തെ മുത്തിനബി എഴുതി തള്ളിക്കണട ജാഹില് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. വിചാരിക്കണ്ടേ? വിചാരിച്ച നിങ്ങൾക്ക് കണക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വ്യക്തിഗത 1193 മാർച്ച് 4 ഒന്നും വിചാരിച്ചിട്ട് കാര്യമല്ല കേട്ടോ. ഞങ്ങളെ ഒരു കടലാസിൽ ഒതുങ്ങൂല. ഞാൻ ഈ നിലക്ക് മരിച്ചാൻ പോകുന്നല്ല. നിങ്ങളെ കടലാസിൽ ഞാൻ ഒതുങ്ങൂല, നിങ്ങളെ സംഘടന ഞാൻ ഒതുങ്ങൂല. നിങ്ങൾ ഞാൻ എന്ത് കാട്ടിയിരുന്ന കാര്യമില്ല. എനിക്ക് ഇനി മരിക്കൽ മാത്രം ലക്ഷ്യമുള്ളൂ. സമുദായം ഇൻഷാ അല്ലാഹ് ഞാനെടുത്ത പണി എൻ്റെ സമുദായത്തിന് ഞാൻ മരിച്ചാലെങ്കിലും കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹ് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ ഒന്നും പറ്റാത്ത ചണ്ടിയാണ് കേട്ടോ. അതൊന്നും വലിയതാകൽ എൻ്റെ ലക്ഷ്യമല്ല. പക്ഷെ നമ്മൾ തെറ്റായ ഡയറക്ഷനിലാണ് ഇപ്പോൾ പോണത്. ഇത് ശരിയായ ഡയറക്ഷനല്ല. നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്നുമല്ല. നമുക്ക് നഷ്ടപ്പെട്ട പണമല്ല. നമുക്ക് നഷ്ടപ്പെട്ടത് കോളേജല്ല, മദ്രസയല്ല. നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? ദീൻ നഷ്ടപ്പെട്ടു, ഇഹ്സാൻ നഷ്ടപ്പെട്ടു. ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു. അത് നമുക്ക് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു വന്നാൽ പ്രശ്നം തീരും. ആകെ ബാക്കിയുണ്ടായിരുന്നത് ഒരു സ്വർണ്ണ നാണയവും 47 വെള്ളി നാണയവും, അത്രയേ ഉള്ളൂ. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ഭരിച്ച ഭരണാധികാരി തൻ്റെ പേരിൽ ഒരു കൊട്ടാരമില്ല, തൻ്റെ പേരിൽ ഒരു വീടില്ല, തൻ്റെ പേരിൽ ഒരു തോട്ടമില്ല, തൻ്റെ ഒരു വസ്തുവില്ല, ഒരു വീടില്ല. ഈ മനുഷ്യൻ എന്തില്ല? മരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്തില്ല? സ്വന്തം വീടില്ല, ഒരു കൊട്ടാരമില്ല, ഒരു വീടില്ല, ഒന്നുമില്ല. ആ മനുഷ്യനോട് എത്രയോ ആളുകൾ പണക്കാരായിട്ടുണ്ടാവും. എനിക്ക് വാരിക്കൂലി കൊടുക്കില്ല. ആഡംബരത്തോടെയാണ് സാധാരണ ചക്രവർത്തിമാരുടെ മയ്യത്ത് സംസ്കാരം നടത്തുക. എന്നാൽ സലാഹുദ്ദീൻ്റെ കാര്യത്തിൽ ഇതിൽ നിന്ന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? കഫം തുണി നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റു സംസ്കാരങ്ങൾക്ക് ചിലവിന് പൈസ ഇല്ല. പെട്ടിയുണ്ടായിരുന്ന നാണയം പരിശോധിച്ച് നോക്കുമ്പോൾ തികയില്ല. പ്രധാനപ്പെട്ട മന്ത്രി അൽ-ഫാദിൽ എന്ത് ചെയ്തെന്നറിയോ? തൻ്റെ കയ്യിൽ നിന്ന് പണം കടം കൊടുത്തു കുടുംബത്തിന്. അങ്ങനെയാണ് മയ്യത്തിന് സംസ്കാരത്തിനുള്ള എല്ലാവിധ പൈസയും ഒരുക്കിയത്. മന്ത്രി കടം കൊടുക്കുക പൈസ. ഒരു സുൽത്താൻ ഇത്രയും ദരിദ്രനായി മരിക്കാൻ കാരണം അദ്ദേഹത്തിന് വരുമാനമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് തൻ്റെ കൈകളിലെത്തുന്ന സമ്പത്തെല്ലാം അദ്ദേഹം അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ചരിത്രകാരനായ ഇബ്നു ശദ്ദാദിൻ്റെ വാക്കുകൾ: സുൽത്താൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ ഒരു സ്വർണ്ണക്കട്ടിയോ വെള്ളിയോ ഒരു വീടോ ഒരു വസ്തുവോ അദ്ദേഹം ബാക്കി വെച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ ഒരു ആഘാതമായിരുന്നു. ഒരു ചക്രവർത്തി ഇത്രയും ലളിതമായി ജീവിച്ചു മരിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. മകൻ്റെ വസിയത്ത്, അവസാനം മകന് വസിയത്ത് കൊടുക്കുക, തൻ്റെ മകന് വസിയത്ത് കൊടുക്കുക. സുൽത്താൻ സലാഹുദ്ദീൻ അൽ-അഫ്ളലാണ് മൂത്ത മകനാണ്. അൽ-അഫ്ളലിന് കൊടുക്കുന്ന എന്താണ്? അൽ-അഫ്ളൽ ബിൻ സലാഹുദ്ദീന് കൊടുക്കുന്ന വസിയത്ത് എന്താ? എല്ലാറ്റിനുപരിയായി സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെടാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. മകനെ അവസാനം കൊടുക്കുന്ന വസിയത്ത്. കാരണം എല്ലാ നന്മകളുടെയും മൂലക്കല്ല് അള്ളാഹുവിലുള്ള ഭയമാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുക. അനാവശ്യമായി രക്തം ചിന്തുന്നതിനെതിരെ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു കാലത്തും അതിന് മുതിരരുത്. കാരണം ചിന്തപ്പെട്ട രക്തം ഒരിക്കലും ഉറങ്ങുകയില്ല. അത് സത്യമാണ്. അത് ഒരാപ്തവാക്യം. കാരണം ചിന്തപ്പെട്ട രക്തം ഒരിക്കലും ഉറങ്ങുകയില്ല. ഞങ്ങളോട് ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാനുമായുള്ള പ്രശ്നം ലോകാവസാനം വരെ അവസാനിക്കൂല. കാരണം അമേരിക്ക എന്താ അവർ ചെയ്തത്? അലി ഖാംനായിയെ അവർ ആത്മീയ നേതാവ. അതായത് കാത്തലിക് ക്രിസ്ത്യാനികൾക്ക് പോപ്പ് ആരാണോ അതാണ് ഷിയാക്കൾക്ക് അവരുടെ ആത്മീയ നേതാവ്. ആ രക്തം, അദ്ദേഹത്തിൻ്റെ രക്തം ഉറങ്ങില്ല, ഒരിക്കലും ഉറങ്ങില്ല. ഈ പ്രശ്നം തീരില്ല. ഈ പ്രശ്നം തീരെയില്ല. ഒരിക്കലും ഈ പ്രശ്നം തീരരുതെന്നാണ് അവരുടെ ആഗ്രഹവും. മിഡിൽ ഈസ്റ്റിൽ പ്രശ്നം എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തത്. അല്ലെങ്കിൽ ആ തന്തനെ കൊല്ലേണ്ട ആവശ്യമില്ല. അതന്നെ പ്രശ്നം തീരില്ല. എന്തുകൊണ്ടെന്നാൽ ചിന്തപ്പെട്ട രക്തം ഒരിക്കലും ഉറങ്ങുകയില്ല. അത് വീണ്ടും പ്രതികാരത്തിന് കാരണമാവും. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുക. മകന് കൊടുത്ത വസിയത്ത്: നിന്റെ ജനങ്ങൾ ഹൃദയങ്ങൾ നേടിയെടുക്കാൻ നീ ശ്രദ്ധിക്കുക. നിന്റെ ഹൃദയങ്ങളുടെ ജനങ്ങൾ കീഴടക്കാൻ നീ ശ്രദ്ധിക്കുക. അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക. ജാതി മതഭേദമന്യേ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ നിനക്ക് സമാധാനത്തോടെ ഭരിക്കാൻ കഴിയൂ. ഒരു ഭരണാധികാരി ജാതി മതഭേദം നോക്കാതെ മനുഷ്യന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കണം. എൻ്റെ സൈനികരോടും മന്ത്രിമാരോടും ഞാൻ എപ്പോഴും കാണിച്ച മാന്യതയായിട്ടാണ് പെരുമാറിയത്. ഞാൻ അവരോട് കാണിച്ച ഉദാരതയാണ് അവർ എനിക്ക് നൽകിയ വിശ്വസ്തതയുടെ അടിസ്ഥാന കാരണം.
വാക്കാണതൊക്കെ. ഒരു ഭരണാധികാരി എപ്പോഴും സ്നേഹത്തോടെ പെരുമാറും സൈന്യത്തോടും നാട്ടിലുള്ള ജനങ്ങളോടും. അപ്പോൾ തിരിച്ചു അവരെന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. അവർ എനിക്ക് നൽകിയ വിശ്വസ്തയുടെ കാരണം നീയും അവരോട് ദയാപൂർവം പെരുമാറണം, ആരോടും പകവെച്ച് പുലർത്തരുത്. അവസാനത്തെ വസിയത്ത്, ഈ ഭൗതിക ലോകത്തിലെ സമ്പത്തോ ആഡംബരോ നിന്നെ അഹങ്കാരിയാക്കരുത്, കാരണം ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. അവസാനത്തെ വസിയത്ത്, സമ്പത്തുണ്ടായി അഹങ്കരിക്കേണ്ട, അതൊക്കെ എന്താണ്? താൽക്കാലികമാണ്, ഒന്നും നിലനിൽക്കില്ല, ഒന്നും ഒരിക്കലും നിലനിൽക്കില്ല. 1137 ജനിച്ചു, 1193 മരിച്ചു. എത്രാമത്തെ വയസ്സ്? 56, 57, അത്ര. 1193 മരിച്ചു, ജനിക്കണം 37, അപ്പം 56 വയസ്സ് അത്ര തന്നെ. അതിന് ഒരു 56 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചപ്പോൾ ഈ ലോകം 1000 കൊല്ലം ആ മനുഷ്യനെ ബഹുമാനിച്ചു. അതെന്താ ഒരു കാര്യമാണ്, എന്തൊരു കാര്യം ഇതൊക്കെ. ആ മനുഷ്യൻ ആകെ ജീവിച്ചത് 56 കൊല്ലം. ലോകം അയാൾ മറക്കൂല, ലോകം മറക്കുകയില്ല. അല്ലെങ്കിൽ വലിയ മനുഷ്യന്മാർക്ക് കുറഞ്ഞ കാലം. 54 കൊല്ലം ഇമാം ഷാഫിഈ, 47 കൊല്ലം ഇമാം നവവി, 55 കൊല്ലം ഇമാം ഗസാലി. കുറഞ്ഞ കാലം അവരൊക്കെ ജീവിക്കും, കുറഞ്ഞ കാലം. പക്ഷെ ലോകത്തിന് അവർ മറക്കാൻ കഴിയില്ല, കാരണം അവർക്ക് വേണ്ടി ജീവിച്ചില്ല, അവർ സമൂഹത്തിനെ ജീവിച്ചു, ലോകത്തിന് വേണ്ടി ജീവിച്ചു. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യന്മാർക്കും ജീവിച്ചു, അവരെല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി ജീവിച്ചു. അഹ്മദ് ബിൻ ഹംബൽ വഫാത്തായ ദിവസം 20,000 ആളുകളാണ് മുസ്ലിമായത്. മരിച്ച ദിവസം, അഹ്മദ് ബിൻ ഹംബൽ മരിച്ച ദിവസം 20,000 ആളുകൾ മുസ്ലിമായിട്ടുണ്ട്. ആ ദിവസം മനസ്സിലായില്ലേ? ആ ദിവസം എന്ത് ആ മനുഷ്യനോടുള്ള ബഹുമാനം, കാരണം അത്രയും നല്ലൊരു മനുഷ്യൻ. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ മതം ഞങ്ങൾക്ക് സ്വീകരിക്കണമെന്ന് ജനങ്ങൾ എന്താ പറയുക, പാറ്റയെ പോലെ കണ്ട് ഒഴുകി ഇസ്ലാമിലേക്ക്. ഒരു മനുഷ്യൻ മരിച്ച ദിവസം 20,000 ആളുകൾ മുസ്ലിമായി തന്നെ എന്താ പിന്നെ ഏർപ്പെടും? 7 ലക്ഷം ആളുകൾ മയ്യത്ത് സ്കെച്ച് വന്ന മയ്യത്തിൻ്റെ അടുത്ത് വന്നിട്ട്, ഈ ബസ്സും കാറും ഇല്ലാത്ത കാലത്ത് 7 ലക്ഷം ആളുകളെങ്കിലും മയ്യത്ത് സ്കെച്ച് ഉണ്ടാവുന്നു മയ്യത്തിൻ്റെ അടുത്ത് വന്നിട്ട്. ആയിബായ മയ്യത്തല്ല, അവിടെ വന്നിട്ട് ഈ ബസ്സും കാറും ഇല്ലാത്ത കാലത്ത്. എന്താ അതൊക്കെ മനുഷ്യന്മാരാണ്. അവർ ജീവിച്ച അവർക്ക് വേണ്ടിയല്ല, അവർ ജീവിച്ചത് ലോകത്തിന്. പക്ഷേ ഒരു സത്യമാണ്, ഇതൊക്കെ ഒരു ഉത്തരമുണ്ട്. എന്താ ഉത്തരം അറിയോ? സത്യത്തിൽ സെൽഫിഷ് ആണെങ്കിലും സമൂഹത്തിന് ജീവിച്ച്, സെൽഫിഷായ വ്യക്തിയാണെങ്കിലും സമൂഹത്തിന് ജീവിച്ച എത്ര വ്യക്തികളാണെങ്കിലും അവരെ തഖ്ദീർ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെന്താ പ്രശ്നം? കാഴ്ചപ്പാടാണ്. എൻ്റെ തഖ്ദീർ എനിക്ക് കിട്ടിയിരിക്കും, ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി ജീവിച്ചാൽ മതി എന്ന് നല്ല മനുഷ്യൻ വിചാരിക്കുമ്പോൾ ആർത്തിയാണ് ആരെ ചതിക്കുന്നത്? സെൽഫിഷിനെ ചതിക്കുന്നത്. എന്നിട്ട് അവന് തഖ്ദീറിനപ്പുറത്ത് കിട്ടുകയും ഇല്ല. 4-ാം മാസത്തിൽ വെച്ച് അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ, 4-ാം മാസത്തിൽ ഉമ്മാൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ തഖ്ദീർ മലക്കുകൾ കൊടുക്കുന്ന ഒരു മനുഷ്യന് തഖ്ദീർ. അപ്പം ആ തഖ്ദീറേ നിനക്ക് കിട്ടുള്ളൂ, തഖ്ദീറേ കിട്ടുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞാൽ തീരില്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് പ്രസംഗം തുടങ്ങും. 7, അത് ചിലപ്പോൾ 9 മണി, 9:30 മണി, 10 മണിയുടെ അവസാനിക്കും ഇൻഷാ അല്ലാഹ്. 7 മണിക്ക് പ്രസംഗം തുടങ്ങും. 7 ഷാർപ്പ് 7 മണിക്ക് പ്രസംഗം ഇൻഷാ അല്ലാഹ്. 7 മണി രാവിലെ ചെറിയ ചായയും, വരുന്ന ആളുകൾക്ക് ചെറിയ ചായയും ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ചെറിയ ചായ കഴിഞ്ഞ് പോകുമ്പോഴും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. രാവിലെ വരുന്ന ആളുകൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ വരാം, ഒരു ചെറിയ ചായ ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചെറിയ ചായ അതും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.